നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഓവറോൾ എനർജി എന്ന് പറഞ്ഞ ലവേഴ്സ് കാർഡാണ്. നൈറ്റ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, 3 ഓഫ് പെൻറ്റക്കിൾസ്, Ace of Cups, Justice, Hierophant and Queen of Wands. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഈ കാർഡ് പറയുന്നത് ചില വ്യക്തികൾക്ക്, അതായത് നിങ്ങൾക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത് മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു പുതിയ പാർട്ട്ണറെ കണ്ടെത്തുന്ന ഒരു എനർജി ആവാം. ചിലർക്കത് ബിസിനസ് പാർട്ട്ണർ ആവാം, ചിലർക്കത് ലൈഫ് പാർട്ട്ണറും ആവാം. എന്തായാലും ഒരു പാർട്ട്ണറെ കണ്ടെത്തുന്ന ഒരു എനർജി വരുന്നുണ്ട്. അത് നല്ലൊരു തുടക്കമായിരിക്കും. ഈ സ്നേഹത്തിൻ്റെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അടുത്തത് നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വരുന്നത്. ഇവിടെ ഒരു അഭിലാഷം, അതായത് നമ്മളൊരു ആഗ്രഹം സഫലീകരിക്കുന്നതിൻ്റെ ഒരു എനർജിയാണ്. എന്തോ ഒരു കാര്യം നമ്മൾ കുറേ നാളുകളായിട്ട് കാത്തിരുന്ന ഒരു കാര്യം, അതിൻ്റെ ഒരു സാക്ഷാത്കാരം പൂർത്തീകരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചില ആളുകൾ കുറേ നാളുകളായിട്ട് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നിരിക്കാം, അത് അവരുടെ ഒരു വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു എനർജി വരുന്നുണ്ട്. ചിലപ്പോൾ എൻഗേജ്മെൻറ്റ് നടത്താൻ തീരുമാനിക്കുന്ന ഒരു എനർജി വരുന്നുണ്ട്. എന്ത് തന്നെയായാലും അത് വളരെ ഫാസ്റ്റായിട്ട് നടക്കും എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഫാസ്റ്റ് എനർജിയാണ് കാണിക്കുന്നത്. അടുത്തത് വരുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പറയുന്നത് നമ്മളിതിനകത്ത് മണി എങ്ങനെ ഏൺ ചെയ്യാം എന്നതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും അതിനുവേണ്ടി കൂടുതൽ എഫേർട്ട് ഇടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ചില ആളുകൾ ചിലപ്പോൾ വല്ല ലോൺസിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. മറ്റു ചില ആളുകൾക്ക് ഇതുപോലെ ചിട്ടി കിട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു എനർജി ഉണ്ട്. എങ്ങനെ വന്നാലും ഒരു ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു ഫണ്ട് എങ്ങനെ റൈസ് ചെയ്യാം, എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് എങ്ങനെ റൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് കൂടുതൽ അതിനകത്ത് നോക്കുന്നത്. പിന്നെ ഈസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊരു പുതിയ തുടക്കം ആണ്. ഒരു വൈകാരികമായ ഒരു ഉണർവുണ്ടാവുന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സംസാരിക്കാനും ഇടപെടാനും സാധിക്കുന്നു. പുതിയൊരു ഉണർവുണ്ടാകുന്നു. അത് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഉണ്ട്. യൂണിവേഴ്സിൻ്റെ കൈയാണ് നമുക്കത് തരികയാണ്, സപ്പോർട്ട് തരികയാണ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് അതിനകത്തുണ്ട്, ബ്ലെസ്സിങ്സ് അതിനകത്തുണ്ട്. ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും, താമര പൂകൾ ഇങ്ങനെ വെള്ളത്തിൽ വിടർന്നു വരുന്ന ഒരു പിക്ചറാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പുതിയ വൈകാരികമായൊരു ഉണർവിനെയാണ് ഇത് കാണിക്കുന്നത്. അടുത്തത് ജസ്റ്റിസിൻ്റെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നിങ്ങൾക്കിത് ഏതെങ്കിലും ഒരു എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും ഇന്നത്തെ ദിവസം ഒരു നീതി ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് കോടതിയിൽ ചില വിധികൾ കാത്തിരിക്കുന്ന കോടതി വിധി കാത്തിരിക്കുന്ന ആളുകളോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജസ്റ്റിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ ജസ്റ്റിസ് നിങ്ങളുടെ സൈഡിലായിരിക്കും അതിൻ്റെ ഒരു വിധി വരുന്നത് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന ആളുകൾ എടുക്കുന്ന തീരുമാനങ്ങളാവാം. അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും ആ തീരുമാനം വരുന്നത്. അവർ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനം എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു. അതായത് ഇന്നത്തെ ദിവസം മൊത്തത്തിലൊരു എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു. ചിലപ്പോൾ ചില ആളുകൾക്കും പല കാര്യങ്ങളും ആഗ്രഹിച്ചിരുന്നിട്ട് അതിനൊരു അതിനൊരു തീർപ്പ് കിട്ടാത്തതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. അതെല്ലാം നിങ്ങളുടെ സൈഡിലേക്ക് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഒരു തീർപ്പാകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഹെയറോഫെൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക്
ഒരു ഗുരുവിനെ കണ്ടെത്താനുള്ള ഒരു എനർജി ഇതിനകത്തുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളൊരു മെൻറ്റർ ആവാം, ചിലപ്പോൾ ഒരു ഗുരുവിനെ ആയിരിക്കും കണ്ടുമുട്ടുന്നത്. ചില ആളുകൾക്ക് നമ്മൾ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളുകളെ ചിലപ്പോൾ നിങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടാവും. എന്ത് തന്നെയായാലും അവരുടെ ഒരു ബ്ലെസ്സിങ്സ്, ഗുരുസ്ഥാനത്തുള്ള ആളുകളുടെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അടുത്തത് ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു മാജിക് നടക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും നമുക്കിത് നേടിയെടുക്കാൻ പറ്റില്ല, അല്ല ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് തീരുമാനിച്ച അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം പക്ഷേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇത് നിങ്ങളിലേക്ക് വരുന്നു. അതുമൂലം നിങ്ങൾക്ക് വളരെ അഭിമാനം തോന്നാം, പിന്നെ ആത്മവിശ്വാസം കൂടും. അതുമൂലം നമുക്ക് സക്സസ്സും ഉണ്ടാവുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, ഒരു മാജിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വരുന്നത്. ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.